അപ്പോൾ ഇന്നത്തെ റീഡിംഗ് ടോപ്പിക് എന്ന് പറയുന്നത് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളുടെ അരികിലേക്ക് വരാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ടോ എന്നുള്ളതാണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. ഇവിടെ നിങ്ങളുടെ പേഴ്സൺ എന്ന് പറയുന്നത് നിങ്ങളെ സ്നേഹിക്കുന്നൊക്കെ ഉണ്ട്, അല്ലെങ്കിൽ നിങ്ങൾ റിലേഷൻഷിപ്പിലുള്ള സമയത്ത് നിങ്ങൾ ആഗ്രഹിച്ച രീതിയിൽ തന്നെ ഈ ഒരു പേഴ്സൺ നിങ്ങൾക്ക് സ്നേഹവും കരുതലും ഒക്കെ തന്നെ തരുന്ന ഒരു പേഴ്സൺ തന്നെയാണ്. പക്ഷേ ഈ ഒരു റിലേഷൻഷിപ്പിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടാത്ത ഒരു കാര്യം, അല്ലെങ്കിൽ നിങ്ങൾ ഇപ്പോഴും കൺഫ്യൂസ്ഡ് ആയിട്ടിരിക്കുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, പലപ്പോഴും ഈ ഒരു റിലേഷൻഷിപ്പിൽ പിണക്കങ്ങൾ ഉണ്ടാവാറുണ്ട്. ഈ പിണക്കങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് ഈ സ്റ്റാർട്ടിങ് ടു ഇതുവരെയുള്ള റിലേഷൻഷിപ്പിൽ ഒന്നോ രണ്ടോ തവണ ചിലപ്പോൾ അവരായിട്ട് വന്നിട്ടുണ്ടായിരിക്കും, മിണ്ടിക്കൊണ്ട് വന്നിട്ടുണ്ടായിരിക്കാം. പക്ഷെ ഭൂരിപക്ഷവും നിങ്ങളാണ് മിണ്ടിക്കൊണ്ട് ചെല്ലാറുള്ളത്. അപ്പോൾ ഈ ഒരു കാര്യം കൊണ്ട് തന്നെ നിങ്ങൾ പലപ്പോഴും നിങ്ങൾക്കൊരു കൺഫ്യൂഷൻ വരാറുണ്ട്. നിങ്ങളില്ലാത്ത സമയത്തും ഇവർ ഹാപ്പിയാണോ, അല്ലെങ്കിൽ നിങ്ങളില്ലാതെ ഇവർ ഓക്കെ ആണോ, അതുകൊണ്ടല്ലേ ഇവരായിട്ട് ഇനിഷ്യേറ്റ് ചെയ്ത് വരാത്തത് എന്നുള്ള രീതിയിൽ നിങ്ങളിങ്ങനെ ആലോചിക്കുന്നുണ്ട്. ശരിയാണ്, നിങ്ങളുടെ ഒരു തോട്ട്സ് ഒരു പരിധിവരെ ശരിയാണെന്ന് തന്നെ പറയാം. ഇല്ലാത്ത സമയത്ത് ഹാപ്പിയാണോ എന്ന് ചോദിച്ചാൽ ഇവർക്ക് മിസ്സിങ് ഫീലൊക്കെ ഉണ്ടാവുന്നുണ്ട്. പക്ഷേ ഇവർക്ക് മറ്റു പല കാര്യത്തിലും ഇവർ പ്രയോറിറ്റി കൊടുക്കുന്നുണ്ട്. അതായത് ഇപ്പോൾ നിങ്ങൾ ഇവരുടെ ഒരു പാഷൻ ആയിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ അടുത്ത് വരുമ്പോൾ ഇവർക്ക് ഒരുപാട് സന്തോഷം കിട്ടുന്നുണ്ട്. നിങ്ങളോട് കൂടി സംസാരിക്കുന്ന സമയത്തും ഒക്കെ തന്നെ ഇവർക്കൊരു ഹാപ്പിനെസ് കിട്ടുന്നുണ്ടായിരിക്കാം. പക്ഷെ ഇവർ പല കാര്യത്തിലും ഇവരുടെ ലൈഫിൽ നിന്ന് എന്തെങ്കിലും കാര്യം നഷ്ടപ്പെടുന്ന സമയത്ത് ഇവർ പോയാൽ പോട്ടെ, വന്നാൽ വരട്ടെ എന്നുള്ള ചിന്താഗതിയാണ് ഇവർക്ക് കൂടുതൽ പേർക്കും ഇവിടെ കാണുന്ന ഒരു എനർജി. അതിൻ്റെ ഒരു പ്രധാന റീസൺ, ഇവർ ഒന്നിലും കംപ്ലീറ്റ് ആയിട്ട് അഡിക്റ്റഡ് ആവാത്തൊരു പേഴ്സണാലിറ്റീസ് ആണ്. കൂടുതൽ പേർക്കും ഇവിടെ അങ്ങനെ ഒരു എനർജിയാണ് കാണുന്നത്. പക്ഷെ നിങ്ങൾ അങ്ങനെയല്ല, നിങ്ങൾ ഭയങ്കരമായിട്ട് ഈ ഒരു പേഴ്സണൽ അഡിക്റ്റഡ് ആണ്. അപ്പം അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഇവരുടെ കുറച്ച് നേരം പോലും ഒന്ന് മിണ്ടാണ്ടിരിക്കുമ്പോൾ തന്നെ നിങ്ങൾ ഭയങ്കരമായിട്ട് വിഷമിച്ച് ഇവരെ ഓർത്തിരിക്കുന്ന ഒരു എനർജിയാണ്. മറ്റു പല കാര്യത്തിലോട്ട് പോലും നിങ്ങൾക്ക് എൻഗേജ്ഡ് ആവാനായിട്ട് പറ്റാതെ വരുന്നുണ്ട്. പക്ഷെ ഈ ഒരു വ്യക്തി എന്ന് പറയുമ്പോൾ പിണക്കം വന്നു കുറച്ചു നേരത്തിന് ആ ഒരു വിഷമമുണ്ടെന്നുണ്ടെങ്കിലും മറ്റു കാര്യത്തിലേക്ക് ഇവർ ഫോക്കസ് ആവുന്നുണ്ട്. ഒരുപക്ഷെ ഇവരുടെ ജോബ് എന്ന് പറയുന്നത് തന്നെ ഇവരുടെ ഒരു പാഷൻ ആയിരിക്കും. ഒരു പാഷൻ തന്നെയായിരിക്കും അവരുടെ ഒരു കരിയറും അവർ സെലക്ട് ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ അതിലൊക്കെ തന്നെ കോൺസെൻട്രേറ്റ് ചെയ്യുമ്പോൾ അവർക്ക് വീണ്ടും ഒരു ഹാപ്പിനെസ് കിട്ടുകയാണ്. വീണ്ടും നിങ്ങൾ അവരുടെ ലൈഫിലേക്ക് വരുമ്പോൾ, അല്ലെങ്കിൽ നിങ്ങളുടെ കാര്യങ്ങൾ നിങ്ങളെക്കുറിച്ച് ഓർക്കുമ്പോൾ, അല്ലെങ്കിൽ നിങ്ങളെ ഓർക്കത്തക്ക രീതിയിൽ നിങ്ങൾ എന്തെങ്കിലും ഗിഫ്റ്റ് കൊടുത്തതോ, അല്ലെങ്കിൽ നിങ്ങൾ പറഞ്ഞ റിലേഷൻഷിപ്പിൽ ഉണ്ടായിരുന്ന സമയത്ത് പറഞ്ഞിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഓർമ്മ വരുന്ന സമയത്ത് പെട്ടെന്ന് തന്നെ ക്വിക്കായിട്ട് ഇവർ നിങ്ങളെക്കുറിച്ച് ഓർക്കുന്നു, വിഷമിക്കുന്നു. ഷോ അവർ നിങ്ങൾ കൂടെ ഇല്ലല്ലോ എന്നുള്ള കാര്യത്തിലൊക്കെ അങ്ങനെ അവർ വിഷമിക്കുന്നു. പിന്നെയും എന്തെങ്കിലും ഒരു എൻഗേജ്ഡ് ആവേണ്ടതായിട്ടുള്ള ഒരു ഹാപ്പി ആയിട്ടുള്ള കാര്യം ലൈഫിൽ വരുമ്പോൾ അതിൽ കംപ്ലീറ്റ്ലി ആക്റ്റീവ് ആവുന്നു. അങ്ങനത്തെ ഒരു പേഴ്സൺ ആയിട്ട് ഇവിടെ ഫീൽ ചെയ്യുന്നുണ്ട്. ഇവിടെ പേജ് ഓഫ് കപ്സ് ആയിക്കോട്ടെ, സ്റ്റാർ കാർഡ് ആയിക്കോട്ടെ ഒക്കെ എനർജി കാണിച്ചു തരുന്നത് നിങ്ങളെക്കുറിച്ച് ഓർമ്മകൾ ഇങ്ങനെ മനസ്സിലേക്ക് വരുന്നുണ്ട്. അല്ലെങ്കിൽ നിങ്ങൾ ഒരുപാട് ദൂരത്തിലായിരിക്കാം, ചിലപ്പോൾ ചില സമയത്ത് നിങ്ങളെ കാണാനും അല്ലെങ്കിൽ നിങ്ങൾ അരികിൽ വേണം എന്നും ഒക്കെ ഇവർക്ക് തോന്നും. പക്ഷെ ആ ഒരു അതിൻ്റെ ഒരു ഡ്യൂറേഷൻ ഇല്ല. ഇങ്ങനെ ഫുൾ ടൈം നിങ്ങളെ പോലെ നിങ്ങൾ ചിലപ്പോൾ കംപ്ലീറ്റ് ഡേയോ അല്ലെങ്കിൽ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ മറ്റു പല കാര്യത്തിൽ എൻഗേജ്ഡ് ആയിട്ട് ഇരുന്നാലും ഇവരെക്കുറിച്ചുള്ള ഓർമ്മകൾ മനസ്സിൽ വന്നു പോകുന്നുണ്ട്. പക്ഷെ ഇവരെന്ന് പറയുമ്പോൾ അങ്ങനെയല്ല. ഇവര് മറ്റു പല കാര്യത്തിലും ആക്റ്റീവായിരിക്കുമ്പോൾ അങ്ങനെ കാര്യമായിട്ട് ഓർക്കാറൊന്നുമില്ല. അതിൽ തന്നെ ഒരു ഹാപ്പിനെസ് കണ്ടെത്തുന്നു. അത് എന്ത് കാര്യമായിക്കോട്ടെ, ഇവരുടെ ജോലി ആയിക്കോട്ടെ, അല്ലെങ്കിൽ മറ്റു പല കാര്യങ്ങളും ലൈഫിലുണ്ടാവുന്ന കാര്യത്തിലൊക്കെ തന്നെ കോൺസെൻട്രേറ്റ് ചെയ്ത് അതിലേക്ക് അങ്ങനെ പോവാണ്. പിന്നെ ഇവർ വന്ന്, അല്ലെങ്കിൽ ഇവർക്ക് എപ്പോഴാണോ നിങ്ങളെക്കുറിച്ചുള്ള ഓർമ്മകൾ വരുന്നത് ആ ഒരു സമയത്ത് ഇവർ വല്ലാതെ വിഷമിക്കുന്നുണ്ട്. ഭയങ്കരമായിട്ട് നിങ്ങളെ മിസ് ചെയ്യുന്ന ഒരു എനർജി അങ്ങനെയൊക്കെ ഇവർക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ അത്തരമൊരു പേഴ്സണായിട്ട് ഇവിടെ ഫീൽ ചെയ്യുന്നുണ്ട്. ഇവിടെ ക്ലാരിഫൈ ചെയ്തപ്പോഴും കിട്ടിയിട്ടുണ്ടായിരുന്നത് 5 ഓഫ് കപ്സും 3 ഓഫ് വാണ്ട്സ്, അതുപോലെ 6 ഓഫ് സ്വാർഡ്സും ക്യൂൻ ഓഫ് സ്വാർഡ്സും ഒക്കെ ആയിരുന്നു. ഈ ഒരു സമയത്തും അവർക്ക് നിങ്ങൾ അവരുടെ അരികിലേക്ക് വരണം എന്നൊക്കെ ആഗ്രഹമുണ്ട്. നിങ്ങളുടെ അരികിലേക്ക് വരണം ഒക്കെയും ആഗ്രഹം ഉണ്ടെന്നുണ്ടെങ്കിലും ഈ ഒരു ക്യാരക്ടറാണ് ഇവരുടേത്. അതുകൊണ്ടാണ് ഇവര് ഭയങ്കരമായിട്ടൊരു അഡിക്ഷൻ വരാത്തത് കൊണ്ടാണ് നിങ്ങളെ ഭയങ്കരമായിട്ട് രാവിലെ തൊട്ട് വൈകുന്നേരം വരെ നിങ്ങളാണ് മൈൻഡിൽ എന്നുള്ള ഒരു കാര്യം പറയാൻ സാധിക്കാതെ വരുന്നുണ്ട്. കാരണം ഈ ഒരു വ്യക്തി അങ്ങനെയാണ്. ഭയങ്കര ചില്ലായിട്ടും അല്ലെങ്കിൽ എപ്പോഴും ഹാപ്പിനെസ് മാത്രമാണ് കൂടുതൽ ഇവർ ആഗ്രഹിക്കുന്നത്. ഇൻ കേസ് നിങ്ങളെക്കുറിച്ച് ഓർത്ത് വിഷമിച്ചിരിക്കുമ്പോഴും അവരതിൽ നിന്നും മൈൻഡ് ഡൈവേർട്ട് ആവുന്ന രീതിയിൽ അവർ ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ ഇവർ
കംപ്ലീറ്റ് ആയിട്ട് നിങ്ങളെ കഴിവതും ചേസ് ചെയ്യാത്തൊരു പേഴ്സണാലിറ്റീസ് ആയിരിക്കും. അപ്പോൾ അതുകൊണ്ടാണ് നിങ്ങൾക്ക് അവരുടെ ഓർമ്മകളൊക്കെ അതിയായിട്ട് നിങ്ങളുടെ മനസ്സിലേക്ക് കൂടുതലായിട്ട് വരുന്നത് പോലും. നിങ്ങളെ അവർ ചേസ് ചെയ്യുകയോ നിങ്ങളെക്കുറിച്ച് ഓർത്ത് ഒരുപാട് വിഷമിച്ചിരിക്കുകയോ ഒന്നും കഴിവതും ചെയ്യാറില്ല. അപ്പോൾ നിങ്ങൾക്ക് അവരുടെ ഓർമ്മകൾ കംപ്ലീറ്റ് ആയിട്ടും ഇങ്ങനെ കൂടുതൽ കൂടുതൽ നിങ്ങളുടെ മനസ്സിലേക്ക് കൂടുതലും വരുന്നുണ്ട്. ആ ഒരു എനർജി ഇവിടെ കാണുന്നുണ്ട്. പിന്നെ സിക്സ് ഓഫ് വാട്സിനൊക്കെ എനർജി കാണിച്ചു തരുന്നത് അവരുടെ ഇപ്പോഴത്തെ സിറ്റുവേഷൻ പോലും അത്ര സുഖകരമായിട്ടുള്ളൊരു അവസ്ഥയിലുമല്ല. അപ്പോൾ കുറേയൊക്കെ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉണ്ട് അവരുടെ ലൈഫിൽ. മേ ബി ഫിനാൻഷ്യൽ ഇഷ്യൂസ് ആയിരിക്കാം, അല്ലെങ്കിൽ ഒരു ഫാമിലി പ്രോബ്ലംസോ അങ്ങനെ എന്തൊക്കെയോ അവരെ അലട്ടുന്നുണ്ട്. അപ്പോൾ അവർ നിങ്ങളിലേക്ക് വരണമെന്ന് അവരുടെ മനസ്സ് വെച്ചാലും ഈ ഒരു സമയത്ത് അതിലേക്ക് കംപ്ലീറ്റ്ലി ഫോക്കസ് ആവാൻ വേണ്ടി അവർക്ക് പറ്റുന്നില്ല. ഒന്നാമതേ അവരുടെ ഒരു ക്യാരക്ടർ ഇങ്ങനെയാണ്. പല കാര്യത്തിലും ഡൈവേർട്ടായി ഇങ്ങനെ പോകുന്ന ഒരു ക്യാരക്ടറാണ്. ഇൻ കേസ് ഇവിടെ കണ്ടതുപോലെ ഈ ഫൈവ് ഓഫ് കപ്സിന്റെ ഒക്കെ എനർജി കാണിച്ചു തരുന്ന പോലെ നിങ്ങളുടെ ഓർമ്മകൾ അതിയായിട്ട് അവരുടെ മനസ്സിലേക്ക് വരുന്ന ആ ഒരു മിസ്സിങ് ഫീലൊക്കെ തോന്നുന്ന സമയത്ത് നിങ്ങളുടെ അരികിലേക്ക് വരണമെന്ന് അവർ ആഗ്രഹിച്ചാലും ഈ ഒരു സമയത്ത് അവരുടെ മുമ്പിൽ ഒരുപാട് ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉള്ളതായിട്ടാണ് ഇവിടെ കാണുന്നത്. അപ്പോൾ ആ ഒരു എനർജിയാണ് ഇവിടെ കാണുന്നത്. അതുപോലെ തന്നെ അവർ നിങ്ങളെ മിസ് ചെയ്യുന്ന സമയത്തൊക്കെ തന്നെയും നിങ്ങൾ വരുമോ, നിങ്ങളുടനെ വന്നിരുന്നെങ്കിൽ എന്തൊക്കെ ആദ്യമായിട്ട് ആഗ്രഹിക്കുന്ന ഒരു എനർജിയും ഇവിടെ കാണുന്നുണ്ട്. ഓക്കെ, ഇനി നിങ്ങളുടെ റിലേഷൻഷിപ്പുമായിട്ട് കണക്ട് ചെയ്ത് വരുന്ന ക്ലൂസ് എന്താണെന്ന് കൂടി നോക്കാം. ലെറ്റർ എഫ് ആണ് ആദ്യം തന്നെ കിട്ടിയിട്ടുള്ളത്. അതുപോലെ തന്നെ നമ്പർ 7 കിട്ടിയിട്ടുണ്ടായിരുന്നു. നമ്പർ 18 ആണ് നെക്സ്റ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നത്. നവംബർ മന്ത് കിട്ടിയിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഇവിടെ ബ്ലാക്ക് കളറാണ് നെക്സ്റ്റ് കിട്ടിയിട്ടുള്ളത്. ഗ്രീൻ കളറും ഇവിടെ കിട്ടിയിട്ടുണ്ടായിരുന്നു. ഓക്കെ, നെക്സ്റ്റ് ഇവിടെ കിട്ടിയിട്ടുള്ള ഒരു ക്ലൂ എന്ന് പറയുന്നത് സെപ്റ്റംബർ മന്ത് ആണ്. സെപ്റ്റംബർ മന്ത് ആണ് ഇവിടെ കിട്ടിയിട്ടുള്ള മറ്റൊരു ക്ലൂ എന്ന് പറയുന്നത്. ലെറ്റർ ഒ ആണ് നെക്സ്റ്റ് കിട്ടിയിട്ടുള്ളത്. ഡിസംബർ മന്ത് കിട്ടിയിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഇവിടെ ഷോർട്ട് ടെമ്പേർഡ് എന്നുള്ളൊരു ക്ലൂ ആണ് കിട്ടിയിട്ടുള്ളത്. നിങ്ങളുടെ പേഴ്സണോ ഷോർട്ട് ടെമ്പേർഡ് ആയിട്ടുള്ളൊരു പേഴ്സൺ ആയിരിക്കാം. നമ്പർ 17 ആണ് നെക്സ്റ്റ് ഇവിടെ കിട്ടിയിട്ടുള്ളത്. ഓക്കെ, വൈറ്റ് കളർ കിട്ടിയിട്ടുണ്ടായിരുന്നു. 111 എന്നുള്ളൊരു ഏഞ്ചൽ നമ്പർ കിട്ടിയിട്ടുണ്ട്. ഇതുപോലെ നമ്പേഴ്സൊക്കെ മേ ബി നിങ്ങൾ കാണുന്നുണ്ടായിരിക്കാം. ഈഗോ എന്നുള്ളൊരു ക്ലൂ ആണ് കിട്ടിയിട്ടുള്ളത്. മേ ബി നിങ്ങളുടെ പേഴ്സണെ കുറച്ച് ഈഗോ ഒക്കെ ഉള്ളൊരു വിധത്തിലുള്ളവരായിരിക്കാം. ഓക്കെ, ഹെൽത്ത് ഇഷ്യൂ എന്നുള്ളൊരു ക്ലൂ ആണ് നെക്സ്റ്റ് കിട്ടിയിട്ടുള്ളത്. ഓക്കെ, ഇത് ഏതെങ്കിലും തരത്തിലുള്ള ഒരു ഹെൽത്ത് ഇഷ്യൂ ഫേസ് ചെയ്യുന്നവരായിരിക്കാം നിങ്ങളോ നിങ്ങളുടെ പേഴ്സൺ. നമ്പർ 4, 34, അതുപോലെ തന്നെ 25 എന്നുള്ള 3 നമ്പേഴ്സും ഇവിടെ കിട്ടിയിട്ടുണ്ടായിരുന്നു. ലെറ്റർ എസ് കിട്ടിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവിടെ കിട്ടിയിട്ടുള്ള മറ്റൊരു ക്ലൂ എന്ന് പറയുന്നത് ഡാൻസ് എന്നുള്ളതാണ്. ഡാൻസർ ആയിരിക്കാം നിങ്ങളോ നിങ്ങളുടെ പേഴ്സൺ, അല്ലെങ്കിൽ ഡാൻസ് കുറേ അധികമായിട്ട് ഇഷ്ടമുള്ളവരായിരിക്കാം. അപ്പോൾ എന്താണെങ്കിലും ആ ഒരു ക്ലൂ കിട്ടിയിട്ടുണ്ടായിരുന്നു. ലാസ്റ്റായിട്ട് ഇവിടെ കിട്ടിയിട്ടുള്ള ഒരു ക്ലൂ എന്ന് പറയുന്നത് ടാറ്റു ലവർ എന്നുള്ളതാണ്. ടാറ്റു ആർട്ടൊക്കെ കുറേയധികം ഇഷ്ടമുള്ളവരായിരിക്കാം, അല്ലെങ്കിൽ ഇത് കൈകളിലൊക്കെ ചെയ്തിട്ടുള്ളവരായിരിക്കാം, അല്ലെങ്കിൽ ചെയ്യാൻ ഇഷ്ടമുള്ളവരായിരിക്കാം. അപ്പോൾ ഇതൊക്കെയാണ് ഇവിടെ കിട്ടിയിട്ടുണ്ടായിരുന്ന ക്ലൂസ് എന്ന് പറയുന്നത്. അപ്പോൾ റീഡിങ്ങിന് അവസാനിച്ചിരിക്കുകയാണ്. റീഡിങ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എപ്പോഴും പറയുന്ന പോലെ തന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകരുത്. ഇതുവരെയും കണ്ടിട്ടുള്ളവരാണെങ്കിൽ ലൈക്ക് എങ്കിലും ചെയ്യാണ്ട് പോകരുത്. പിന്നെ ഒരു ജനറൽ റീഡിംഗ് ആണ്. എന്നാലും നിങ്ങൾ കാണുന്നവരിൽ എത്ര പേർക്ക് റീഡിംഗ് കണക്റ്റ് ആവുന്നുണ്ട്, ക്ലൂസ് ആയിക്കോട്ടെ റീഡിംഗ് ആയിക്കോട്ടെ ഒക്കെ മാച്ച് ആവുന്നുണ്ട് എന്നുള്ളതും നിങ്ങൾ കമൻസിലൂടെ പറയാൻ മറന്നു പോകും. അപ്പോൾ നിങ്ങളെല്ലാവരും മാക്സിമം ഹാപ്പി ആയിട്ടും പോസിറ്റീവായിട്ട് ഇരിക്കാനായിട്ട് ശ്രമിക്കുക. നിങ്ങൾ ആഗ്രഹിച്ച കാര്യങ്ങളൊക്കെ തന്നെ നിങ്ങളുടെ ലൈഫിലേക്ക് വന്നു ചേരട്ടെ.